ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു. ഇത്തവണ 20% ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ പോവുകയാണ്, അതിലൂടെ A+ എണ്ണം കുറയ്ക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം എന്ന വാർത്ത നമ്മൾ കണ്ടു. അതിനെ തിരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനവുമില്ല, എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വർഷം, ഒരാശങ്കയും വേണ്ട എന്നും പറഞ്ഞു. ഇപ്പോൾ മോഡൽ പരീക്ഷ കഴിഞ്ഞു. ഈ മോഡൽ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതാണ് സത്യം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കാരണം SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം. മോഡൽ പരീക്ഷയിൽ 9 സബ്ജക്റ്റുകളാണ് നടന്നത്. ഈ 9 സബ്ജക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കെമിസ്ട്രി കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഭൂരിഭാഗം കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു. സോഷ്യൽ സയൻസ് ഒരു വലിയ വിഭാഗം കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു. ഈ 2 പരീക്ഷകളാണ് കുട്ടികൾ ബുദ്ധിമുട്ട് എന്ന് കൂടുതലും പറഞ്ഞത്. എന്നാൽ മറ്റ് സബ്ജക്റ്റുകളിലൊന്നും ആ രീതിയിലുള്ള ഒരു പ്രശ്നമോ പരാതിയോ കുട്ടികൾ പറഞ്ഞില്ല. ബാക്കിയുള്ള 7 സബ്ജക്റ്റുകളിൽ ചില സബ്ജക്റ്റുകൾ ഈസി ആയിരുന്നു, ചില സബ്ജക്റ്റുകൾ കുഴപ്പമില്ലാതെ എഴുതാൻ കഴിഞ്ഞു, അതായത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എഴുതാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞാൽ. പൊതുവെ നിലവാരമെല്ലാ ചോദ്യപേപ്പറും കൂടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ മൊത്തം 9 സബ്ജക്റ്റുകളിൽ 2 സബ്ജക്റ്റ് ടഫായിട്ട് തോന്നി, ബാക്കി 7 സബ്ജക്റ്റ് വലിയ കുഴപ്പമൊന്നും തോന്നില്ല, അല്ലെങ്കിൽ എളുപ്പമായിരുന്നു. ഇത് ഈ മോഡൽ പരീക്ഷ പോലെ തന്നെയാണ് SSLC മെയിൻ എക്സാം എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ തന്നെ, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ മുൻ വർഷങ്ങളിലുള്ള രീതി തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ് ശരി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കഴിഞ്ഞ ഏത് SSLC പരീക്ഷ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഏത് SSLC പരീക്ഷ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാവുന്നൊരു കാര്യമുണ്ട്. SSLC പരീക്ഷകളിൽ ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് എപ്പോഴും ടഫാവാറുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. 2023 ഹിന്ദി നല്ല ടഫായിരുന്നു, ഫിസിക്സ് ടഫായിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഏതെങ്കിലും 1-2 സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ചില വർഷങ്ങളിൽ ഒരു സബ്ജക്റ്റ് ബുദ്ധിമുട്ടാവാതിരിക്കാറുമുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ മോഡൽ എക്സാം സംഭവിച്ചിട്ടുള്ളത്. 1-2 സബ്ജക്റ്റുകൾക്ക് ബുദ്ധിമുട്ടായി, ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. സോ നിലവിൽ മോഡൽ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ മന്ത്രി പറഞ്ഞ പോലെയൊക്കെയാണ് കുറേയൊക്കെ കാര്യങ്ങൾ. എന്ന് വെച്ച് ടെക്സ്റ്റ് ബുക്കും പാറ്റേണും ഒക്കെ മാറിയതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷേ പരീക്ഷ A+ എണ്ണം കുറയ്ക്കാൻ മനഃപൂർവ്വമായിട്ട് ഭയങ്കര ടഫ് ചോദ്യങ്ങൾ മനഃപൂർവ്വം ഉൾപ്പെടുന്ന രീതിയൊന്നും ഉണ്ട് എന്ന് ഇപ്പോൾ ഈ മോഡൽ കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ടഫായ 2 സബ്ജക്റ്റുകളാണെന്നില്ല ഇനി വരാൻ പോകുന്ന SSLC പരീക്ഷ ടഫാവുക. ഓക്കെ, അത് ഏത് സബ്ജക്റ്റും ആവാം. ചിലപ്പോൾ ഒരു സബ്ജക്റ്റും ടഫാണെന്നില്ല, ചിലപ്പോൾ ഇപ്പോൾ ടഫാവാത്ത ഏതെങ്കിലും സബ്ജക്റ്റും കൂടി ടഫായെന്ന് വരാം. പക്ഷേ മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പർപ്പസ്ഫുള്ളി ഭയങ്കര ടഫാക്കി A+ കുറയ്ക്കാനുള്ള ഒരു പരിപാടിയൊന്നുമില്ല. സാധാരണ പരീക്ഷ നടക്കുന്ന പോലെ തന്നെ നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ 1-2 സബ്ജക്റ്റുകൾ ടഫായി പോകുന്നുണ്ട്, ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പുതിയ ചോദ്യങ്ങൾ നിലവാരമൊക്കെ നിങ്ങൾ കണ്ടതാണ്. പിന്നെ ഈ കെമിസ്ട്രിയും SSM ഒക്കെ ഇങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദ്യം വരാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ SSLC പരീക്ഷയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.